ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു യാത്രയുടെ വീഡിയോ ആണ്. യാത്രയ്ക്ക് ഞങ്ങൾ പോയ വാഹനമാണ് ഇത്. ഇതൊന്നാണ് ബാഡ് ബോയ്. അപ്പോൾ ഞങ്ങളൊരു 4 മണിക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷേ അല്പം ലേറ്റായി, 6 മണിയൊക്കെ ആയിട്ട് നമ്മളിവിടുന്ന് പുറപ്പെട്ടപ്പോൾ. അപ്പോൾ ഈ യാത്രയ്ക്ക് കുറേ പ്രത്യേകതയൊക്കെ ഉണ്ട്. കാരണം നമ്മൾ കുറച്ച് ഹസ്ബൻഡ് റിലേറ്റീവ്സും പിന്നെ ഞങ്ങൾ അയൽവാസികളും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ഈ യാത്ര പോയത്. അപ്പോൾ ഈ പുറകിലോട്ട് പോകുന്നത് ഡാൻസ് കളിക്കാനായിട്ട് ഭയങ്കര എൻജോയ്മെൻറ്റ് മൂഡിലാണ് പുള്ളിക്കാരൻ. അങ്ങനെ അവിടെ കിടന്ന് ചാട്ടവും ബഹളവും എല്ലാവരും കൂടെ. പിന്നെ ഞാനും കൂടെ ഇറങ്ങിയിട്ടാ കളിക്കാനായിട്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല. പിന്നെ നമുക്കറിയാമല്ലോ, പാട്ടിടാൻ പറ്റില്ല, മ്യൂട്ടാക്കി വയ്ക്കണം, കോപ്പിറൈറ്റ് വീഴും. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്നത് വയനാടാണ്. ഗോവ ട്രിപ്പിലെ ഫസ്റ്റ് സ്ഥലം വയനാടാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നേരെ പോയത് വെട്ടുകാട് പള്ളിയിലാണ്. അപ്പോൾ വെട്ടുകാട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. പിന്നെ പിള്ളേരൊക്കെ അവിടെ നിന്ന് കുറേ സമയം കളിച്ചു കേട്ടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് നമ്മൾ അന്നത്തത് അവിടെ ഇരുന്നാണ് കഴിച്ചത്. എല്ലാവരും കൊണ്ടുവന്നിരുന്നു, പറഞ്ഞിരുന്നു അന്നത്തെ ഫുഡ് നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ബസ്സിലോട്ട് പോകാനായിട്ട് പോകുന്നു. കാരണം അടുത്തിന് വയനാടിന് ഇപ്പം തന്നെ ഇപ്പം 8:30-9 മണി ആയിട്ടുണ്ട്. കുറേ ദൂരം ഉണ്ടല്ലോ. അങ്ങനെ അടുത്ത വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. നേരെ നമ്മുടെ വയനാട് ചുരത്തിൻ്റെ അടിവാരം എത്തി. അപ്പോൾ അവിടെ ഒരു 2-3 മുറിയൊക്കെ എടുത്ത് നമ്മൾ ഫ്രഷപ്പൊക്കെ ആയി അടുത്ത് വയനാട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ വയനാട് ചുരം. അപ്പോൾ വയനാട് ചുരം ഞാൻ 4-5 വട്ടം പോയിട്ടുണ്ട് കേട്ടോ. കുറേ വട്ടം പോയിട്ടുണ്ട്. എൻ്റെ കൊച്ചിച്ചൻ്റെ വീട് വയനാടാണ്. അപ്പോൾ പോയിട്ടുണ്ട്. കല്യാണത്തിന് മുൻപേയും പോയിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞതിന് ശേഷം പോയിട്ടുണ്ട് 2-3 വട്ടം. അങ്ങനെ ഇങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുരത്തിലെ വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് കേട്ടോ. ടോപ്പിൽ വന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര രസമുള്ള കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കൊഞ്ഞണം കുത്തുന്നതിൽ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഹൈ ലെവലാണ് കേട്ടോ. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ കൊഞ്ഞണം കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് അടച്ചിരിക്കും, ഞാനും കൊഞ്ഞണം കാണിച്ചിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ വ്യൂ, നമ്മുടെ ചുരത്തിലെ വ്യൂ കണ്ടില്ലേ. ഞങ്ങൾ കഴിഞ്ഞ വട്ടം വയനാട് പോയിരുന്നു. അപ്പം കഴിഞ്ഞ വട്ടം പോയ സ്ഥലമല്ല കേട്ടോ ഇപ്പം പോയത്. അപ്പോൾ അത് പോയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ. പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദൂരം കുറേ ഉണ്ട്. ബസ് ഇരുന്നിരുന്ന് അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് എത്തി. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബോട്ടിൽ വെള്ളം വാങ്ങിച്ച് അവിടെ സീല് വെക്കണം. സീല് വെച്ചിട്ട് തിരിച്ച് വന്നിട്ട് അത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. ആദ്യം പേയ്മെൻറ്റ് തിരികെ അങ്ങനെ ബോട്ടിങ്ങിന് കയറിയിട്ട് ഒരാൾക്ക് 100 rupees വെച്ചിട്ടാണ് എടുക്കണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ 400 രൂപ 4 പേര് പോയത്. അങ്ങനെ ഇത് ഞങ്ങൾ ചൂസ് ചെയ്തത് പെഡൽ ബോട്ടാണ്. നമ്മൾ ഈ സൈക്ലിംഗ് പോലത്തെ കാലുകൊണ്ട് തന്നെ ഇങ്ങനെ ചവിട്ടണം അങ്ങനെയുള്ളതാണ് സെലക്ട് ചെയ്തത്. അവർ അലൗഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ അതിനുള്ളിൽ കറങ്ങി തിരിച്ചു വരണം. അങ്ങനെ ഞങ്ങൾ ചവിട്ടി 1 മണിക്കൂറിനുള്ളിൽ തന്നെ തിരിച്ചെത്തിയിട്ടാം. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഒരു പാർക്കുണ്ട്. പാർക്കിൽ പിള്ളേരെ കളിപ്പിച്ചു. പിള്ളേർക്ക് അതൊക്കെ ഒരു എൻജോയ്മെൻറ്റ്. അങ്ങനെ ഓരോ റൈഡുകളിൽ കയറി അവർ ഭയങ്കര തകർത്ത കളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഏത് പാർക്ക് ഉണ്ടല്ലോ അവർക്ക് അവിടെ ഇറങ്ങണം, ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് പിള്ളേരിപ്പം. കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കയറ്റി. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് എൻ്റെ അനിയ പിള്ളേരെ കറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് അവനും കൂടെ നിന്നിട്ട് അവരെ കറക്കാനായിട്ട്. അപ്പം നമുക്ക് അവിടുത്തെ പാർക്കിലെ കുറച്ച് വിശേഷമൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഷോർട്ട് വീഡിയോ ഇടാനായിട്ടാണ്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എന്തോ ഒരു
വ്യത്യാസം. ഈ വീഡിയോ മറ്റേ നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്ക് എടുത്ത രീതിയിലിടുമ്പോൾ അപ്പോൾ ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അതേ അവിടെ കുറേ കടകളുണ്ട് കേട്ടോ. അതിൽ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ കീ ചെയിന്, പിന്നെ വെറൈറ്റി നമ്മുടെ തടികളിൽ നമ്മൾ മണാലി പോയ സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെ പോലത്തെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മുടെ മുള കൊണ്ടിട്ട് ഇത് ചെയ്തിട്ടുള്ളത്, സാധനങ്ങൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ. പിന്നെയെന്ന് വെച്ചാൽ നല്ല കത്തി റേറ്റാണ് കേട്ടോ, ഭയങ്കര റേറ്റാണ് അവർ പറയുന്നത്. അങ്ങനെ ഞാനും അത് വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. ഒരു പാക്കറ്റ് ചോക്ലേറ്റില്ല, എന്തോ ഒരു മുട്ടായി, അതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് പീസിന് അവർ എൻ്റെ കയ്യിൽ നിന്ന് 80 രൂപയാണ് വാങ്ങിച്ചത്. അപ്പോൾ നഷ്ടമാണ്. അപ്പം വേറെ ഒന്നും വാങ്ങിക്കാനായിട്ടൊന്നും നിന്നില്ല. പിന്നെ കയറിയതുകൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ വാങ്ങിച്ചത്. പിന്നെ അവിടുത്തെ കുറേ നമുക്ക് കുറേ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, നമുക്കെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഡാം കാണാനാണ്. അപ്പോൾ ഡാം കാണാൻ പോകാൻ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുറേ യാത്രയുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറിന് ഏറെ ദൂരമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതേ ഡാമിൻ്റെ അവിടെ എത്തി. അപ്പോൾ അവിടെ നിന്ന് പാസ് എടുക്കണം. ഇത് ഗവൺമെൻറ് അലൗഡ് തന്നെ. അപ്പോൾ പാസ് വന്നിട്ട് കുറവ് തന്നെ റേറ്റ്, ഒരാൾക്ക് 20 രൂപ അങ്ങനെയേ ഉള്ളൂ. അങ്ങനെ പാസ്സൊക്കെ എടുത്ത് ഇതേ കുറേ ദൂരം നടക്കാനുണ്ട്. ഏകദേശം ഒരു മണിക്കൂറോളം നടക്കാനുണ്ട് കേട്ടോ. നടന്ന് മേളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് ഡാം കാണാനായിട്ട് പറ്റൂ. അങ്ങോട്ടൊന്നും ഇറങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല. അവർ നമുക്ക് നിന്ന് കാണാനായിട്ട് ഒരു കുറച്ച് ദൂരം ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ടുള്ളത് എന്തെന്നാൽ നമ്മൾ സോളാർ സിസ്റ്റത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നടന്ന് തളർന്ന് ഈ സ്റ്റെപ്പ് ഇങ്ങനെ കുത്തനെ കയറണം കേട്ടോ. അങ്ങനെ സ്റ്റെപ്പ് കയറി നമ്മളതേ മേളിൽ വന്നിട്ട് കുറേ സമയം റെസ്റ്റ് എടുക്കാനായിട്ട് നിൽക്കണം. അങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് അവിടെ ആ മരത്തിൽ കുറച്ച് സമയം കയറി നിന്ന് കേട്ടോ, തളർന്ന്. പക്ഷെ പിള്ളേർ ഭയങ്കര എൻജോയ്മെൻറ്റ് മൂഡിലാണ്. അവർ ഈ കുത്തനെയുള്ള കയറ്റത്ത് ചാടി ഓടി കയറുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് കയറിപ്പോവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്, എന്നാലും കുഴപ്പമില്ല. പതുക്കെ നടന്ന് മുട്ടുവേദന ഉണ്ടായി. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറുന്നുണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കമൻറ്റ് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അത് നോക്കി ഞാനിങ്ങനെ വാങ്ങി തുറന്ന് വെച്ച് ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ബോട്ടിംഗ് ഉണ്ട് ചേട്ടാ. അവിടെ നിന്ന് ഞാൻ വീഡിയോ ഫോട്ടോ എടുക്കട്ടെ. 3 പേരും കൂടെ നിൽക്കേ. ജിയോനെ ഇങ്ങോട്ട് നോക്ക് ചേട്ടാ. അത് ഞാൻ പാടും. ഇവിടെ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വെഞ്ഞാറുമൂടുന്ന് ഒരു യാത്രയുടെ ഒരു ബസ്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ KSRTC ബസ്സില്ലേ, അതുപോലെ ഒരു ബസ്സുണ്ട്. അതിന് പേരിങ്ങനെ എന്തോ ഉണ്ടായിരുന്നു, ഞാൻ പറയാമേ. ഉല്ലാസയാത്ര എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഇതുള്ളത്. പിന്നെ മിനിമം നമ്മൾ ഈ വണ്ടി പിടിച്ചൊക്കെ വരുന്നില്ല, അത്രയും ക്യാഷൊന്നും ഈ നമ്മുടെ ഈ KSRTCയുടെ ഈ ഒരു യാത്രയ്ക്ക് വരുവാണെങ്കിൽ ചിലവാകില്ല. പിന്നെ വയനാട്ടിലെ കുറേ സ്ഥലങ്ങളിൽ അവർ പോകും കേട്ടോ, അങ്ങനെ സ്ഥലം കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു, ഒത്തിരി. ആ ബസ്സിൻ്റെ സീറ്റ് ഫുള്ളായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. കൂടുതലും ഈ ഫാമിലി, ഒരു ജോയിൻറ്റ് ഫാമിലി അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊരു ഫസ്റ്റ് ടൈമിലുള്ള ഒരു ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ബസ്സുണ്ടെന്നും ഇങ്ങനെ ആൾക്കാർ പോകുന്നത് കാണുന്നത്. നല്ലൊരു ഇൻഫർമേഷനും. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊച്ചിച്ചൻ്റെ വീട്ടിൽ പോയി കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, കൊച്ചിച്ചൻ്റെ വീട് അവിടെ നിന്ന് അടുത്തായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബത്തേരിയിലായിരുന്നു, കൽപ്പറ്റയിലായിരുന്നു ഞങ്ങൾ സ്ഥലം റൂം എടുത്തത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എന്തെങ്കിലും ഒരു ഓട്ടോ വിളിച്ചിട്ടായിരുന്നു കൊച്ചിച്ചൻ്റെ വീട്ടിലോട്ട്
പോയത്. ആപ്പിളിന്റെ ടേസ്റ്റ് പോകാൻ പറ്റിയതിലും കൊച്ചിച്ചനെ പോയി കാണാൻ പറ്റിയതിലും ഇന്നോർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്തുവാണ്, അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല. അപ്പം അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരികെ വന്നു കേട്ടോ. കാരണം 4 മണിയാവുമ്പം അടുത്ത സ്ഥലത്തോട്ട് പോകണം, റെഡി ആവുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കാൻ എന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് പോയത്. പക്ഷെ 4 മണിക്ക് പുറപ്പെടുമെന്ന് വന്നതുകൊണ്ട് നിൽക്കാനായിട്ട് നിന്നില്ല. പോയി തുടങ്ങി തന്നെ വന്ന സമയത്ത് ഇതേ അവിടെ അടിയൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് വീഡിയോ എടുത്ത് നേരെ മുറിയിലോട്ട് വന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.